എടാ നേരെ ഇത്രയായിട്ട് പാത്തുവിനെ കാണുന്നില്ലല്ലോടാ. കൂടെ പരട്ടക്കളവനും ഉണ്ട്. അസ്സലാമലൈക്കും പാപ്പ. ഇവിടുത്തെ മെയിൻ ബാസ്റ്റേഴ്സാ മോളെ. മോള് പിള്ളേരുടെ പൊയ്ക്കളയല്ലേ. ഓ ഇജാതി കോമഡി മേലെ ആവർത്തി കളിയാ എന്റെ മോളേടിയെ ജപിച്ച്. ഏതാണാ കൊച്ചി? അതില്ല ശുക്കൂർക്കാടാ മോളാ. ഇത് ഇത്ര ഇപ്പൊ നോക്ക്. നിനക്ക് അറിയത്തില്ല, ഈ പഞ്ചായത്ത് മുഴുവൻ അവിടെ കുറവില്ല. എന്താ നിനക്കൊരു നോട്ടം ഉണ്ടോ? നീ നോക്കാനൊന്നും നിക്കണ്ട, ഞാൻ നോക്കി ചെയ്യുന്ന പെണ്ണാത്. അതിനെന്തോ ആര് നോക്കുന്നടാ? എനിക്ക് മില്ലി പോടാ, ഞാൻ പോവാ. അന്ന് പോയവനാ, പിന്നെ വന്ന് 1 മാസത്തിന് ശേഷം. എവിടെയായിരുന്നു? 1 മാസമായിട്ട് ഓഫ്ലൈൻ ആയിരുന്നല്ലോ. ഒരു ചെറിയ മിഷനിലായിരുന്നടാ. എന്തോന്ന് വിഷയം? അതൊക്കെ വിടും. നീമാര് ഈ ബുധനാഴ്ച ഫ്രീ അല്ലേ എല്ലാവരും? ആണോ? നമ്മള് ഫ്രീ ആണ്. നീമാർ അറിഞ്ഞു കാണും, ഈ ബുധനാഴ്ച എന്റെ എൻഗേജ്മെന്റ് ആണ്. അറിഞ്ഞില്ല ഇതുവരെ? അല്ല പെണ്ണേത്? പെൺകുട്ടി നീമാർക്കൊക്കെ അറിയാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോ ശുക്കൂർക്കാട് കൂടാന്നല്ലോ നടത്താം. ഏത് പാത്തൂന്റെ പാപ്പായ? എടാ എന്നാലും പാത്തൂന് നീ എങ്ങനെ സെറ്റ് ചെയ്തടാ? എന്റെ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവളുടെ വാപ്പ ഡെയിലി പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. സോ അവളെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആര് പറഞ്ഞാലാണ് അവൾ കേൾക്കുന്നത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അങ്ങനെ വെള്ളിയാഴ്ചകളിൽ മാത്രം പള്ളി പോയിക്കൊണ്ടിരുന്ന ഞാൻ പിന്നെ ഡെയിലി പള്ളി വരാൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഒളിവെടുത്തങ്ങ് തുടങ്ങി. അപ്പോൾ തോന്നറാ എന്നെ നോക്കിയ ഞാനാണെങ്കിൽ ഒരു ചിരി അങ്ങ് പാസ്സാക്കി. പിന്നെ പിറ്റേ തൊട്ട് അവിടെ വാപ്പയുടെ പുറവിലാണ് ഞാൻ ഒരു പിള്ളേരപ്പിടുത്തക്കാരുടെ പോലെ. പിന്നെ അവളുടെ വാപ്പ ഇരിക്കുന്നിടത്ത് പോയി ഇരിക്കുകയും പിന്നെ അങ്ങേര് ഡെയിലി ആ കള്ളക്കളവനൊരു പോക്കറ്റ് ഇല്ലാത്ത ഷർട്ടി തസ്ബി എടുത്തിട്ടുണ്ട് വരും. ആ തസ്ബി എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് എടുത്ത് കൊടുത്ത് ഞാൻ എൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. എന്റെ അമിതമായ കെയറിങ് കൊണ്ടാണോന്ന് അറിയില്ല, അവിടെ വാപ്പാക്ക് അവസാനം എന്റെ അടുത്ത് അത് പറയേണ്ടി വന്നു. ഉള്ളവരായാലും ഈ ജനത അന്നപ്പുല്ല് പയ്യൻ ഇവിടെ കിട്ടായില്ല കേട്ടോ. അഞ്ചേര നിസ്കാരം മൗലൂദ് എല്ലാത്തിനും ഉണ്ട് ഈ. അതുകൊണ്ട് വാപ്പ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. എന്റെ മോളെ കെട്ടിച്ചേർന്ന എടാ ജമാഅത്ത് തുടങ്ങാൻ സമയം. പിന്നെ പള്ളിയിലൊക്കെ പോ, പെണ്ണൊക്കെ കെട്ടണ്ടേ? നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല. എടാ ഒരു അനിയത്തില്ലായിരുന്നു?